نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها المؤمنون أوصيكم وإياي أولا بتقوى الله. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മുടെ ഖാലിഖായ, മാലിക്കായ, മുദബ്ബിറായ, റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ പേര് കേൾക്കാത്ത ഒരാൾ പോലും എൻ്റെ ഖുതുബ ഇന്ന് കേൾക്കുന്നുണ്ടാകില്ല. ഇസ്ലാമിക ലോകത്തിനു വേണ്ടി ഏറ്റവും അധികം ഹദീസുകൾ സംഭാവന ചെയ്ത മഹാനായ സ്വഹാബി, ആയിരക്കണക്കിന് ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനോ കേൾക്കാനോ സാധിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ജീവിക്കുന്ന അനേകായിരം ലക്ഷോപലക്ഷം കോടാനുകോടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹദീസുകൾ ഉദ്ധരിച്ച മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ധാരാളം മഹത്വങ്ങളുള്ള മഹാനായ വ്യക്തിത്വം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെയധികം അടുപ്പമുള്ള സ്വഹാബിയായിരുന്നു അദ്ദേഹം അസ്ഹാബ് സുഫ, മദീനയിലെ അഹ്ലു സുഫ എന്നറിയപ്പെട്ട, മദീനയിൽ പള്ളിയിൽ ജീവിച്ചിരുന്ന മദീനയിലെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിനു വേണ്ടി ധാരാളം സേവനങ്ങൾ നൽകി. ഒരിക്കൽ അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വളരെ സന്തോഷമായി. കാരണം മര്യാദയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാടായി, ഇന്ന് പ്രവാചകന്റെ വീട്ടിൽ പോയാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. വീട്ടിലെത്തിയ റസൂലുള്ളാഹി നമ്മുടെ ഉമ്മയോട് ചോദിച്ചു, എന്താണ് ഭക്ഷണമുള്ളത്? വീട്ടിൽ അല്പം മാത്രം ഭക്ഷണമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ, മദീനയിൽ അസ്ഹാബ് സുഫയിൽ എല്ലാവരെയും നീ വിളിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആകെ പേടിച്ചു പോയി.
കാരണം എനിക്കൊന്ന് വയറ് നിറച്ച് ഭക്ഷിക്കാലോ എന്ന് വിചാരിച്ചാണ് പ്രവാചകന്റെ കൂടെ ഞാൻ ചെന്നത്. വീട്ടിലെത്തിയപ്പം കുറച്ച് ഭക്ഷണമുള്ളൂ, അത് ഞങ്ങൾ മൂന്നാളും കൂടിയും കഴിക്കുക, അതിനുകൂടി അവിടെ അവസരമില്ല. റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലെ അസ്ഹാബ് സുഫയിൽ എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ട്, പ്രവാചകന്റെ കൽപ്പന സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം അസ്ഹാബ് സുഫയിൽ എല്ലാവരെയും വിളിച്ചു. പ്രവാചകന്റെ മുഅ്ജിസത്ത് കൊണ്ട് ആ അല്പ ഭക്ഷണം എല്ലാവരും കഴിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വയറ് നിറയുവോളം കഴിച്ചു എന്ന്. അത്രക്ക് മഹത്വമുള്ള സ്വഹാബിയാണ്. ഒരിക്കൽ അസ്ഹാബ് സുഫയിൽ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഈത്തപ്പഴം കൊടുത്തു. അവര് വിശപ്പ് സഹിക്കാൻ സാധിക്കല്ല, എല്ലാവരും ആ ഈത്തപ്പഴം വളരെ പെട്ടെന്ന് ഭക്ഷിച്ചു. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാത്രം ഒരു ഈത്തപ്പഴം കഴിച്ച് മറ്റൊരു ഈത്തപ്പഴം മാറ്റി വെച്ചു എന്ന്. ഇത് കണ്ട റസൂലുള്ളാഹി ചോദിച്ചു, അബൂ ഹുറൈറ, എന്തിനാണ് നീ ഒരു ഈത്തപ്പഴം മാറ്റി വെച്ചത്? അദ്ദേഹം മറുപടി പറഞ്ഞു, റസൂലേ, എൻ്റെ ഉമ്മാക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അത്രയധികം ഉമ്മാനെ സ്നേഹിച്ച റസൂലുള്ളാഹിയുമായി ബന്ധമുള്ള മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന വേളയിൽ ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. കൂടെയുള്ള സ്വഹാബാക്കളൊക്കെ ചോദിച്ചു, എന്തു പറ്റി അബൂ ഹുറൈറ, താങ്കൾ എന്താണ് ആകെ വേവലാതിപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിതാ മരിക്കാൻ പോവാണ്. അസ്സഫറു തുവീൽ വസ്സാദു ഖലീൽ. അസ്സഫറു തുവീൽ വസ്സാദു ഖലീൽ. അബൂ ഹുറൈറ എന്ന എനിക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. പക്ഷേ ആ യാത്രക്കുള്ള വിഭവങ്ങൾ, ആ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാനുള്ള ഇന്ധനങ്ങൾ, സാധന സാമഗ്രികൾ എന്റെ കയ്യിലില്ലല്ലോ എന്ന പേടിയായിരുന്നു പ്രിയപ്പെട്ടവരെ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ പോലും. ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ച മഹാനായ സ്വഹാബി പോലും മരിക്കാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകിയിട്ട് ഇതെന്നെങ്കിലും ഒന്ന് നമ്മിൽ നിന്ന് തിരിച്ചു വിളിച്ചാൽ, മരണമെന്ന യാഥാർത്ഥ്യം അതെന്നെ കണ്ടുമുട്ടിയാൽ, നിങ്ങളെ കണ്ടുമുട്ടിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ പല മരണങ്ങളും നേരിട്ട് കണ്ടവരായിരിക്കാം നമ്മൾ. ഒരുപക്ഷെ പല ജനാസകളെയും കാണാൻ പോയവരായിരിക്കാം നമ്മൾ. പ്രിയപ്പെട്ട മാതാവിന്റെ, പിതാവിന്റെ, പ്രിയതമന്റെ, പ്രിയതമയുടെ, മകന്റെ, മകളുടെ, കൂട്ടുകാരന്റെ, കൂട്ടുകാരിയുടെ മരണങ്ങൾ നേരിട്ട് കണ്ടവരും, ഒരുപക്ഷെ ആ മയ്യത്തിനെ കുളിപ്പിച്ചവരും, അതിനെ കഫൻ ചെയ്തവരും, അതിനെ മയ്യത്തും കട്ടിലേന്തി പള്ളിക്കാട്ടുള്ള മഹല്ല് പള്ളിയിലേക്ക് അവരെ കൊണ്ട് നടന്നുപോയതും, ശേഷം അവർക്ക് വേണ്ടി നിസ്കരിച്ചവരും, അവരെ ഖബറിൽ ഇറക്കി അതിനുമേലെ കുരുടീസ് കല്ലിട്ട് അതിനുമേലെ 3 പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅൻ തുടിക്കുന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണീരോടും കൂടി പ്രാർത്ഥിച്ചവരായിരിക്കാം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും ഞാൻ എന്റെ മരണത്തെക്കുറിച്ച്, നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഓടി ഒളിച്ചാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം അതെന്നെ കണ്ടുമുട്ടും, അത് നിങ്ങളെ കണ്ടുമുട്ടും. ഒരു കവി പാടിയ പാട്ടിൽ കാണുവാൻ സാധിക്കും, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു. മരണം അതൊരു കവാടമാണ്, ആ കവാടത്തിലൂടെ എല്ലാവരും പ്രവേശിക്കുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ മരണം എന്ന് അതെനിക്കറിയില്ല, നിങ്ങളുടെ മരണം അതെന്ന് നിങ്ങൾക്കറിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. ഓരോ ആത്മാവും എവിടെ വെച്ച് മരിക്കും ഒരാൾക്കും അറിയില്ല. ഒരുപക്ഷേ മരണത്തിന് പ്രായമില്ല, മരണത്തിന് സ്ഥലമില്ല, മരണത്തിന് കാലമില്ല, കാരണമില്ല. മരണത്തിനെങ്ങാനും പ്രായമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ട വിസ്ഡം സുറൻസിന്റെ ഒരു മണ്ഡലം ഭാരവാഹിയുടെ മരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലായിരുന്നു. ഒരുപക്ഷേ നമുക്കൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു തലവേദന 24 മണിക്കൂറിനപ്പുറം അവന്റെ മരണത്തിന് അത് കാരണമായി തീർന്നെങ്കിൽ, അതിനു മുമ്പും എത്രയെത്ര മരണ വാർത്തകൾ നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് സ്ഥലമോ കാലമോ കാരണമോ സംഭവമോ ഒന്നുമില്ല. ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. എന്റെ അവധി എത്തിയാൽ ഒരു നാഴിക മുന്തിക്കുകയുമില്ല, ഒരു നാഴിക പിന്തിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക, ഇന്ന് എന്നെ മരണം തേടി വിളിച്ചാൽ,
എന്റെ മലക്കുൽ മൗത്ത് ഇന്നെന്നെ കണ്ടുമുട്ടി എന്റെ റൂഹിനെ എന്നിൽ നിന്നും വേർപ്പെടുത്തിയാൽ എനിക്കെന്തുണ്ടാകുമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ പണ്ഡിതൻ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മനുഷ്യ, നീ തഖ്വ കൈമുതലാക്കിക്കോ, കാരണം നിനക്കറിയില്ല ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഇന്ന് രാത്രിയായാൽ നാളെ നേരം പുലരുമ്പോൾ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല, നിങ്ങളെ കൊണ്ടാകില്ല. എത്ര മരണവാർത്ത കേട്ടവരാ നമ്മൾ അല്ലേ? രാവിലെ ഉറങ്ങുന്നത് വരെ ഉപ്പാക്കൊരു കുഴപ്പമില്ല, വീട്ടുകാരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോയതാ. രാവിലെ വിളിച്ചപ്പോ, സുബഹിക്ക് വിളിച്ചപ്പോ ഉപ്പ എണീക്കണില്ല, ഉപ്പ മരിച്ചു എന്നാ പിന്നെ അറിഞ്ഞത്. ഉറക്കം അതൊരു മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. രാവിലെ നമ്മൾ എണീറ്റാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ പ്രിയപ്പെട്ടവരെ? അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. അല്ലദീ അഹ്യാനാ, എന്നെ ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഉറക്കം അതൊരു മരണ. ഇന്ന് രാത്രി ഉറങ്ങിയാൽ, ജുമാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ അസ്റിന് നമ്മൾ ഉണ്ടാകുമോ? പറയാൻ പറ്റൂല. ഫകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്രയെത്ര ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് പറഞ്ഞ എത്രയെത്ര രോഗികളാണ് കാലങ്ങളോളം ജീവിക്കുന്നത്. എല്ലാ ഹെൽത്ത് ചെക്കപ്പും എടുത്തു, ഒരു കുഴപ്പമില്ല, ആളെ ഹെൽത്തും എല്ലാവിധ ചെക്കപ്പും, ബ്ലഡും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടവരാ. മരണത്തിന് ആരോഗ്യം പ്രശ്നമല്ല. വകം മിൻ ഫതാ അംസാ വഅസ്ബാഹ ളാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. യുവാക്കൾ കളിച്ചും ചിരിച്ചും അവര് രാവിലെയും വൈകുന്നേരവും അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. പക്ഷേ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവർക്കുള്ള കഫൻ പുടവ അത് തയ്യാറായിട്ടുണ്ട്, അത് അവരറിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ മരിച്ചാൽ എന്നെ കുളിപ്പിച്ച് പൊതിയേണ്ട കഫൻ പുടവ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാൽ മണിക്കൂറുകൾക്കപ്പുറം നിങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്യേണ്ട കഫൻ പുടവ തയ്യാറായിട്ടുണ്ട്. ആ ബോധമില്ലാതെയാണ് നമ്മിൽ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചെറിയ ചെറിയ മക്കൾ അല്ലേ, ധാരാളം ഇല്ല, 10 വയസ്സായിട്ടുള്ളൂ, 12 ആയിട്ടുള്ളൂ, 18 ആയിട്ടുള്ളൂ, ഒരു 50, 60, 70 വയസ്സ് വരെ ജീവിക്കാലോ എന്ന് വിചാരിച്ച പലരും അവരൊക്കെ അത്തരം ആളുകളുടെ ആത്മാവിനെ ഖബറിന്റെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി മറ ചെയ്തിട്ടുണ്ട്. എത്രയെത്ര പുതുമണവാളന്മാർ, എത്രയെത്ര പുതുമണവാട്ടിമാർ തന്റെ പ്രിയതമന് വേണ്ടി, പ്രിയതമക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി. പക്ഷേ ആദ്യ രാത്രി പോലും പങ്കിടാൻ സാധിക്കാതെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വന്ന എത്രയെത്ര മയ്യത്തുകളുണ്ട്. രാവിലെ എണീക്കുമ്പോൾ, രാവിലെ വീടിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്ന വ്യക്തികൾ തിരിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും, രാത്രിയാകുമ്പോഴേക്കും ഖബറിൽ പോകുന്ന വാർത്തകൾ നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഫദാവിം അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹാ ആമാലുൻ മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. മനുഷ്യ, തഖ്വയിൽ നീ എപ്പോഴും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതാണ് നിനക്ക് പരലോകത്ത് വിചാരണയിൽ നിനക്ക് എളുപ്പമായി തീരുക എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ആലോചിക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നിലേക്ക് മരണം വന്നാൽ, നിങ്ങളിലേക്ക് മരണം വന്നാൽ, ഇന്നു എന്നെ മരണം കണ്ടുമുട്ടിയാൽ, നിങ്ങളെ മരണം കണ്ടുമുട്ടിയാൽ നമുക്ക് എന്തുണ്ട് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക. ഇന്ന് ഞാൻ മരിച്ചാൽ മണിക്കൂറുകൾക്കപ്പുറം എൻ്റെ വീട്ടുകാർ കൂടി എന്നെ കുളിപ്പിക്കും, എൻ്റെ ബന്ധുമിത്രാദികൾ കൂടി എന്നെ കുളിപ്പിക്കും. ഇന്ന് കുളിക്കുമ്പോൾ ഏത് സോപ്പ് ഉപയോഗിക്കണം തീരുമാനിക്കാൻ ഞാനാ. ഇന്ന് ഞാൻ മരിച്ചാൽ എന്നെ കുളിപ്പിക്കുമ്പോൾ ഏത് സോപ്പ് ഉപയോഗിക്കണം തീരുമാനിക്കാൻ എനിക്ക് പറ്റൂല. ഇന്ന് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ഏത് പെർഫ്യൂം ഉപയോഗിക്കണം തീരുമാനിക്കാൻ ഞാനാ. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏത് പെർഫ്യൂം ഉപയോഗിക്കണം തീരുമാനിക്കാൻ ഞാനല്ല. ഞാൻ കുളിച്ചാൽ എന്റെ മുടി എങ്ങനെ വാരണം ഇന്ന് എനിക്ക് തീരുമാനിക്കാം. മരിച്ച് മണിക്കൂറുകൾക്കപ്പുറം എന്നെ കുളിപ്പിക്കുമ്പോൾ എന്റെ മുടി എങ്ങനെ വാരണം എനിക്ക് തീരുമാനിക്കാൻ പറ്റൂല. ഇന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഏത് വസ്ത്രം ധരിക്കണം, ഏത് ബ്രാൻഡ് ഷർട്ട് വേണം എനിക്ക് തീരുമാനിക്കാം. ഇത് ഞാൻ മരിച്ചാൽ ഞാൻ എന്ത് ധരിക്കണം തീരുമാനിക്കുക നമ്മളല്ല. എനിക്ക് ഏത് വാഹനത്തിൽ പോകണം തീരുമാനിക്കാം. ഇന്ന് എനിക്ക് മരിച്ചാൽ എനിക്കൊരു വാഹനമേ ഉള്ളൂ, മയ്യത്തും കെട്ടില്ല. എനിക്ക് ഏത് റൂമിൽ കിടക്കണം, ശീതീകരിച്ച ഫാനുകളുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള റൂമിൽ പോയി കിടക്കണമോ ഇന്ന് തീരുമാനിക്കാം. മരിച്ചാൽ നമുക്കുള്ളത് AC ഇല്ലാത്ത, ഫാൻ ഇല്ലാത്ത ഖബറാണെന്ന ബോധ്യം നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. ഇന്ന് മരിച്ചാൽ മണിക്കൂറുകൾക്കപ്പുറം എന്നെ വീട്ടിലെ ആളുകൾ കുളിപ്പിച്ച്
കഫൻ ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു വീട്ടിലൊരു സൗകര്യമുള്ള സ്ഥലത്ത് എൻ്റെ മയ്യത്തിനെ വെക്കും. എൻ്റെ പരിചയമുള്ളവർ മറ്റു ആളുകളും എൻ്റെ മയ്യത്തിനൊരു പക്ഷേ കാണാൻ വന്നേക്കാം. അവരെൻ്റെ മയ്യത്തിനെ കാണും. മയ്യത്തിനെ കണ്ട് അല്പസമയത്തിനപ്പുറം വീട്ടിൽ നിന്നും ഒരു ചോദ്യം ഉയരും, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ആ സമയത്ത് ഭാര്യയും മക്കളും ഒക്കെ ഒരു പക്ഷേ കരയും. എൻ്റെ മയ്യത്തിനെയും കൊണ്ട് മെല്ലെ പള്ളിക്കാട്ടിലേക്ക് പള്ളിയിലേക്ക് മെല്ലെ നടക്കും. പള്ളിയിൽ വെച്ച് എനിക്ക് വേണ്ടി നിസ്കരിക്കും. വീട്ടിൽ നിസ്കാരം ഉണ്ടാകും. ശേഷം എന്നെ ഖബറിൽ ഇറക്കി വെക്കും. എന്നെയും നിങ്ങളെയും ഖബറിൽ ഇറക്കി വെക്കും. ആ ഖബറിന് മേലെ ഓരോ കുരുടീസ് കല്ല് പാകും. ഓരോ കുരുടീസ് കല്ല് പാകുമ്പോഴും ആ ഖബറിൽ ഇരുട്ട് നിറയും. അതിനു മേലെ 3 പിടി മണ്ണ്, നമ്മൾ മയ്യത്തിൽ ജനാസയിൽ പങ്കെടുക്കുന്ന ആളുകൾ 3 പിടി മണ്ണ് വാരിടും. അവർ നമുക്ക് വേണ്ടി തസ്ബീഹ് തന്നെ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞ് അരമണിക്കൂറിനപ്പുറം മാക്സിമം എല്ലാവരും തിരിച്ചു പോരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ അരമണിക്കൂറിനപ്പുറം എല്ലാവരും തിരിച്ചു പോന്നാൽ ഫഇന്നഹു യസ്മഉ ഹഫ്ത നിആലി അസ്ഹാബിഹി ഇദാ വല്ലൗ അൻഹു മുദ്ബിരീൻ. എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ, എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ ഖബറടക്കി അരമണിക്കൂറിനപ്പുറം തസ്ബീഹ് ചോദിച്ച് തിരിച്ചു പോരുന്ന അവരുടെ ചെരുപ്പിന്റെ ഭാരടി ശബ്ദം ഞാൻ കേൾക്കും. ആ ഭാരടി ശബ്ദം അങ്ങ് മാഞ്ഞാൽ ഫയതീഹി മലക്കാനി ശദീദൽ ഇൻതിഹാർ. 2 മലക്കുകൾ ഇറങ്ങി വരോടെ. മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുമായിരുന്നെങ്കിൽ ഇന്നു മരിച്ച് ഖബറടക്കിയാൽ നമ്മുടെ ശരീരത്തെ ചുട്ടുകരിച്ച് നമ്മുടെ ചിതാഭസ്മത്തെ ഏതെങ്കിലും പുണ്യതീർത്ഥങ്ങളിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞാൽ നമ്മുടെ ബോഡിയെ സെമിത്തേരികളിൽ കല്ലറകളിൽ മറ ചെയ്ത് കഴിഞ്ഞാൽ അവസാനിക്കുമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിന്മകൾക്ക് പിന്നാലെ പോകാമായിരുന്നു, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കാമായിരുന്നു, ഒറ്റക്കാകുമ്പോൾ നമ്മുടെ മൊബൈലിൽ അശ്ലീലങ്ങൾക്ക് പിന്നാലെ പോകാമായിരുന്നു. പക്ഷെ അവസാനിക്കൂല. ഫയതീഹി മലക്കാനി ശദീദൽ ഇൻതിഹാർ. ഗാംഭീര്യമുള്ള 2 മലക്കുകൾ വരും. പ്രിയപ്പെട്ടവരെ, ആ 2 മലക്കുകൾ ഖബറിൽ വന്ന് എന്നോട് നിങ്ങളോടും ചോദിക്കും, മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക. ചില നാടുകളിലൊക്കെ ഉസ്താദ് മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ചാൽ തലക്കും പുറത്തിരുന്ന് ഉസ്താദ് ചൊല്ലിക്കൊടുക്കാറുണ്ട്, ഇദാ ജാഅക്കൽ മലക്കനിൽ അദീം. അതിന് ദീനുൽ ഇസ്ലാമിൽ അതിന് യാതൊരു തെളിവുമില്ല, സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഖബറിൽ ഇറക്കി വെച്ച് വീട്ടുകാർ തിരിച്ചു പോന്നാൽ മലക്കുകളുടെ ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക. ഉത്തരം ദുനിയാവിൽ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യും പോലെ കാണാതെ പഠിച്ചു പോയാൽ ഖബറിൽ ഉത്തരം പറയാൻ പറ്റൂല. അള്ളാനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രമേ, അള്ളാനെ മാത്രം ആരാധിച്ചവർക്ക് ഖബറിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അവർ പറയും റബ്ബി അല്ലാഹ് ദീനി അൽ ഇസ്ലാം. പ്രവാചകനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ സുന്ദരമായി പറയും. അത്തരം ആളുകളെ കുറിച്ച് ഹദീസുകളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫയുനാദാ മുനാദി മിനസ് സമാ. ആകാശത്തു നിന്നും വിളിച്ചു പറയും വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഅഫ്രിശൂഹു മിനൽ ജന്ന. നിങ്ങൾ അവന് സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കണം, സ്വർഗീയ വിരിപ്പിൽ നിങ്ങൾ അവനെ വിരിപ്പിക്കണം, സ്വർഗീയ ഉടയാടുകൾ നിങ്ങൾ അവനെ ധരിപ്പിക്കണമെന്ന് ഖബറിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മലക്കുകൾ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന. തിരിച്ചാണെങ്കിലോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ജാരങ്ങളിലേക്കും മഖബറിലേക്കും പോയി ഏലസ് മുറുക്കുമായി മന്ത്രവാദവും സിഹറുമായി മുന്നോട്ട് പോയി ശിർക്കുകളും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ചെയ്ത് ഹറാമുകൾ ചെയ്ത് കബായിറുകൾ ചെയ്ത് മുന്നോട്ട് പോയ വ്യക്തികളാണെങ്കിലോ ഖബറിലിറക്കി വെച്ച ചോദ്യമുണ്ട്, മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക. ഉത്തരം പറയാൻ കഴിയില്ല. അവര് പറയും അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഖബറിൽ ശിക്ഷകൾ ആരംഭിക്കും. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഫയുനാദാ മുനാദിൻ മിനസ് സമാ. ആകാശത്തു നിന്നും വിളിച്ചു പറയും വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ വഅൽബിസൂഹു മിനന്നാർ വഅഫ്രിശൂഹു മിനന്നാർ. നിങ്ങൾ അവനെ നരകത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കി, നരകീയ വിരിപ്പിൽ നിങ്ങൾ അവനെ വിരിപ്പിക്കൂ, നരകീയ കരിം വസ്ത്രങ്ങൾ നിങ്ങൾ അവനെ ധരിപ്പിക്കൂ. ഇന്നു മരിച്ച് മണിക്കൂറുകൾക്കപ്പുറം ഖബറിൽ പോയി കിടക്കേണ്ടി വന്നാൽ എനിക്ക് നേരിടാനുള്ളത്, നിങ്ങൾക്ക് നേരിടാനുള്ളത് ഈ 2 ഏതെങ്കിലും ഒരു ഖബറ. ഒന്നെങ്കിൽ സ്വർഗീയ റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളുമുള്ള സുന്ദരമായ ഖബർ, അല്ലെങ്കിൽ ഔ ഹുഫ്റത്തും മിൻ ഹുഫ്രിൻ നീറാൻ, നരകത്തിന്റെ പ്രയാസങ്ങളും പീഡനങ്ങളുമുള്ള ഖബർ. പ്രിയപ്പെട്ടവരെ, ദുനിയാവ് ഇത് ശാശ്വതമല്ല, ഇതെന്തെങ്കിലും ഒന്ന് അവസാനിക്കും. ഇന്ന് മരിച്ച് ഖബറിൽ പോയി കിടക്കേണ്ടി വന്നാൽ എനിക്കെന്തുണ്ട്? ആത്മാർത്ഥമായി ഞാൻ ആലോചിക്കണം. നിങ്ങൾക്ക് എന്തുണ്ട്? 18 കൊല്ലം ജീവിച്ചില്ലേ? 20 കൊല്ലം ജീവിച്ചില്ലേ? 30, 40, 50, 60, 70 കൊല്ലം പടച്ചറബ് ആയുസ് നൽകിയില്ലേ? ഈ ആയുസിനെ കുറിച്ച് പടച്ചറബ് പരലോകത്ത് ചോദിച്ചാൽ എനിക്കെന്ത് മറുപടി പറയാനുണ്ട്? നിങ്ങൾക്കെന്ത് മറുപടി പറയാനുണ്ട് എന്ന് ആത്മാർത്ഥമായി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പടച്ചറബ് സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനും നല്ല മരണം വരിക്കാനും അതിലൂടെ സ്വർഗ്ഗം നേടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യം കടന്നു വരുമെന്നും അതിൽ നിന്നും ഒളിച്ചോടാൻ നമ്മളിൽ ഒരാൾക്കും സാധിക്കില്ല എന്നുമാണ് സൂചിപ്പിച്ചു വന്നത്. മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകാൻ നമുക്കെന്തുണ്ട് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടേക്കുള്ള വിഭവങ്ങൾ കുറവാണെങ്കിൽ അത് തയ്യാറാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടാണ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന ഈ ദുനിയാവിലെ ജീവിതം. ഖുതുബയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ട, അത് പിൻതലമുറകൾക്ക് വേണ്ടി നിവേദനം ചെയ്ത മഹാനായ സുഹാബി മരിക്കുമ്പോൾ പറഞ്ഞ വാക്ക് അസ്സഫറു തൊവീൽ വസാദു ഖലീൽന. ഒരുപാട് യാത്രയുണ്ട്, വിഭവങ്ങൾ കുറവാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഖബറിൽ പോയി പറഞ്ഞൊരു വാചകങ്ങളുടെ ആശയമുണ്ട്. ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പത്ത് അനന്തരെടുത്തു. അല്ലേ, ദുനിയാവിൽ ഒരു കൃത്യമായി ജമാഅത്തിന് പോലും നമ്മൾ പങ്കെടുക്കാൻ സാധിക്കാതെ നമ്മൾ ജോലി ചെയ്തു. നിസ്കാരം കൃത്യമല്ല, ഒരു മുസ്ഹഫ് എടുത്ത് ഖുർആനും വെള്ളിയാഴ്ച പോലും സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടില്ല. ഫുള്ള് ജോലിന്റെ തിരക്കില്ല, മറ്റു കാര്യങ്ങളില്ല, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. ഇന്ന് മരിച്ചാൽ ഖബറിലിറക്കി വെച്ച്, പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയും ഒരു മകനും വാപ്പാക്ക് വേണ്ടി പറയില്ല, എൻ്റെ പ്രിയപ്പെട്ട വാപ്പെ 50 കൊല്ലം 60 കൊല്ലം എനിക്ക് വേണ്ടി ചോര നീരാക്കി ജീവിച്ച ആളാ, ഞാൻ ഖബറിന്ന് പിരിഞ്ഞു പോന്നാൽ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് മലക്കുകൾ വരുമല്ലോ, മലക്കുകൾ ചോദിക്കുമല്ലോ, മലക്കുകൾ ചോദ്യത്തിൻ്റെ ഉപ്പക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു മകനും ഖബറിൽ നിൽക്കൂല, തിരിച്ചു പോരും. നമ്മുടെ സ്വത്ത് അവർ അനന്തരമെടുക്കും. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളെ ഭർത്താക്കന്മാർ മറ്റു സ്ത്രീകളെ കല്യാണം കഴിച്ചു. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യമാർ മറ്റു പുരുഷന്മാരുടെ കൂടെ അന്തി ഉറങ്ങി. ഖബറിൽ കിടക്കുന്ന മക്കളെ, നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ മറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റക്കായിരിക്കും, നിങ്ങളുടെ ഖബറിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കും. അവിടേക്ക് നമുക്ക് എന്തുണ്ട്? നമ്മിൽ പലരും സ്വർഗം ഉറപ്പിച്ച ഒരു ചിന്താഗതിയിലാണ് ജീവിക്കുന്നത്. അല്ലേ, ഞാനൊക്കെ സ്വർഗത്ത് പോയിട്ട് പിന്നെ ആരാ പോവുക എന്ന ധാരണയാണ് നമ്മിൽ പലർക്കുള്ളത്. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്ത് പോയിലേക്ക് പിന്നെ ആരാ പോവുക എന്ന ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾക്ക് ആ ചിന്തയില്ലായിരുന്നു. മഹാന്മാരായ സ്വഹാബാക്കൾ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ മഹാനാ ഉമർ. അബൂബക്കറുൻ ഫിൽ ജന്ന ഉമറുൻ ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് എന്ന് പറഞ്ഞ മഹാനായ സ്വഹാബിയ. ഉമർ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അതിലേക്ക് പിശാച് പോലും വരാൻ പേടിക്കുന്ന റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറെ സ്വർഗ്ഗത്തിൽ നിന്നൊരു കൊട്ടാരം കണ്ടു എന്ന് റസൂൽ സന്തോഷ വാർത്ത അറിയിച്ച വ്യക്തിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്ന് അബൂ ലുഅ്ലുവിന്റെ കുത്ത് കെട്ടി മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ തൻ്റെ മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ, ഉപ്പാന്റെ തലപ്പ് എവിടെയുള്ളത്? മകൻ പറഞ്ഞു, വാപ്പ, നിങ്ങളെ തല എൻ്റെ മടിത്തട്ടിലാണ്. ഉമർ റളിയല്ലാഹു പറയാണ്, മോനെ, നീ ഉപ്പാന്റെ തല മണ്ണിൽ വെക്കണം. രക്തം പുരണ്ട് മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് അല്ലാഹു ഉമറിനോട് കരുണ കാണിക്കട്ടെ. മദീനയിലെ മുനാഫിഖീങ്ങളുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേടി, ആ മുനാഫിഖീങ്ങളിൽ ഉമർ എന്ന ഞാനുണ്ടോന്ന. ആരാ ഉമർ? സ്വർഗ്ഗോർപ്പുള്ള വ്യക്തിയാ. ആ ഉമർ റളിയല്ലാഹുവിന്റെ പേടി, റസൂല് മുനാഫിഖ് എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോന്ന്. ആത്മാർത്ഥയാലോചിച്ചോളി, ഒരിക്കലെങ്കിലും മുനാഫിഖാണെന്ന ചിന്ത നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? മഹാനായ താബിഈ പണ്ഡിതൻ ഇബ്നു അബീ മുലൈക റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകന്റെ 30ഓളം സഹാബാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട 30 പേരും കുല്ലുഹും യഖാഫൂന നിഫാഖ്, അവർ നിഫാഖിനെ സ്വന്തം ഭയപ്പെട്ട ആളുകളാണ്. നിഫാഖിനെ പേടിയായിരുന്നു സഹാബാക്കൾക്ക്. നമുക്ക് ആ പേടിയുണ്ടോ? നമ്മൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് ജീവിക്കാം. സ്വഹാബാക്കൾക്ക് ആ പേടിയില്ലായിരുന്നു, ആ ചിന്ത ഇല്ലായിരുന്നു. അവർക്ക് പേടിയായിരുന്നു, സ്വർഗം ലഭിക്കുമോ എന്ന ഭയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ നന്മയിൽ മത്സരിച്ചു, നന്മകളിൽ മുന്നേറി. പ്രിയപ്പെട്ടവരെ, അത്തരം ചിന്തകളോടുകൂടി, മരണഭയത്തോടുകൂടി നന്മകളിൽ മുന്നേറാൻ, മരണത്തെ പേടിച്ച് ഒളിച്ചോടാനല്ല, മരണത്തെ മുന്നിൽ കണ്ട് നന്മകളിൽ മുന്നേറതിലൂടെ സ്വർഗം നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, അവർ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, അവർ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു സ്വഹാബി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉമ്മയെ. അപ്പം നമ്മുടെ ഉമ്മ പറഞ്ഞ വാക്ക്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഞാൻ മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന. പ്രിയപ്പെട്ടവരെ, ആശ്വാസവാക്കുകൾക്കപ്പുറം എനിക്കെന്തുണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ നിസ്കാരത്തിൻ്റെ കോലം നിനക്കറിയില്ലേ? നിസ്കാരത്തെ കബീർ അങ്ങോട്ട് കെട്ടിയാൽ എത്ര ഖുശൂഅ് നമുക്കുണ്ട്.
മുനാഫിഖ് നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രയോഗം എന്താ? ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. ഇതാ മുനാഫിഖിന്റെ നിസ്കാരം. ഈ മുനാഫിഖ് ഇവിടെ നരകത്തിലാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരെ മുനാഫിഖ്. ആ മുനാഫിഖിന്റെ നിസ്കാരം എങ്ങനെ? ഒന്ന്, ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കരിക്കാൻ വേണ്ടി ഒരു നിന്നാല് മടിയന്മാരെ പോലെ നിൽക്കുക. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? തെക്ബീറും കെട്ട് കെട്ടി നമുക്ക് എന്തൊക്കെ ചിന്തയെ വരുന്നു. അള്ളാഹിനെ ഓർക്കാറുണ്ടോ നമ്മൾ? യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കണത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹിനെ നിസ്കാരത്തിൽ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. ധാര നിസ്കാരം മുനാഫിഖിന്റെ നിസ്കാരം. ആത്മാർത്ഥമായി ആലോചിച്ചോളി. നമുക്ക് നിഫാഖ് ഉണ്ടോ? ഭയപ്പെട്ടോളി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷ നേടിക്കോളൂ. അത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നന്മകളിൽ പരമാവധി മുന്നേറാൻ. വലാ തഹ്ഖിറന്ന സഗീറത്തൻ, ഒരു ചെറുതും നല്ലതല്ല. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായത് ചെറിയ ചെറിയ കല്ലും മണലും കൂടിയിട്ടാണ്. നാം ചെയ്യുന്ന ഒരു സൽക്കർമ്മവും അത് എത്ര ചെറുതായിക്കോട്ടെ അള്ളാഹിന്റെ അടുക്കൽ അത് വലുതാണെന്ന് ചിന്തയുണ്ടാകണം. ആ ചിന്തയോടുകൂടി മുന്നേറുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചിറമ്പ് കുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് പടച്ചിറമ്പ് സ്വർഗം പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം പടച്ചിറപ്പ് പരിപൂർണമായ ശിഫ പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന പടച്ചിറപ്പ് അവരുടെ കടം വീട്ടി പരിഹരിച്ചു നൽകുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് സ്വാലിഹായ മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം പടച്ചിറപ്പ് സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.